I am in, I am out, I am up, I am over it. ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണ്? ഈ സെൻറ്റൻസുകളൊക്കെ നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. പ്രപ്പോസിഷൻസ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തമായാണ്. ഫസ്റ്റ് വണ്ണിൽ ഐ ആം ഇൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അടുത്ത സെൻറ്റൻസിൽ ഔട്ട്, അതുപോലെ അപ്പ്, ഓവർ എന്നൊക്കെയാണ്. ഇങ്ങനെയൊക്കെ പ്രപ്പോസിഷൻസ് മാറ്റി മാറ്റി ഉപയോഗിക്കുമ്പോൾ സെൻറ്റൻസിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ വ്യത്യാസങ്ങൾ എന്താണ് എന്നാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്. ഐ ആം ഇൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള ഒരു പ്രസൻസ് കാണിക്കുന്നതിനാണ് അത് ഉപയോഗിക്കുന്നത്. ഐ ആം ഇൻ ദ കാർ, ഞാൻ കാറിലാണ്. ഐ ആം ഇൻ ദ ഹൗസ്, ഞാൻ വീട്ടിലാണ്. ഐ ആം ഇൻ ദ റൂം, ഞാൻ റൂമിലാണ്. ഇനി ഫിസിക്കൽ പ്രസൻസ് മാത്രമല്ല, പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് കാണിക്കുന്നതിനും ഐ ആം ഇൻ എന്നുപയോഗിക്കാം. ഒരു കാര്യത്തിന് വേണ്ടി നമ്മളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് ഏൽക്കുന്നു. അവിടെ നമുക്ക് ഐ ആം ഇൻ എന്ന് പറയാം. വി ആർ ഗോയിങ് ഫോർ ഡിന്നർ, ആർ യു ഇൻ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഡിന്നറിന് പോകുന്നു, നീ വരുന്നുണ്ടോ എന്നാണ്. നീയും കൂടി കൂടുന്നോ എന്നാണ്, ജോയിൻ ചെയ്യുന്നോ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ പറയാം. ഐ ആം ഇൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ റെഡിയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തയ്യാറാണ് എന്ന മീനിങ് ആണ് അവിടെ. ഐ ആം ഇൻ. ഐ ആം ഔട്ട് എന്ന് പറഞ്ഞാലോ മീനിങ് ഡിഫറൻ്റായി. അതിൻ്റെ മീനിങ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്, എനിക്ക് താല്പര്യമില്ല. ഐ ആം നോട്ട് ജോയിനിങ്, ഞാൻ ജോയിൻ ചെയ്യുന്നില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ചേരുന്നില്ല. ഐ ആം ലീവിങ് എന്നൊക്കെയാണ് മീനിങ്. സോറി ഐ കാൺട്ട് പ്ലേ ടുഡേ, ഐ ആം ഔട്ട്. എനിക്ക് ഇന്ന് കളിക്കാൻ സാധിക്കില്ല. ഐ ആം ഔട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നാണ് ഐ ആം ഔട്ട് എന്ന് പറഞ്ഞാൽ. അതല്ലെങ്കിൽ ഐ ആം ലിവിങ്, ഞാൻ പോവുകയാണ്. അപ്പോൾ ഐ ആം ഇൻ എന്ന് പറയുന്നതും ഐ ആം ഔട്ട് എന്ന് പറയുന്നതും തമ്മിൽ വളരെ ഡിഫറൻ്റാണ്. ഇനി ഐ ആം അപ്പ് എന്ന് പറഞ്ഞാലോ, അപ്പ് എന്ന പ്രപ്പോസിഷനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉണർന്നിരിക്കുകയാണ്, നമ്മൾ ബെഡിൽ നിന്ന് ഉണർന്നിരിക്കുകയാണ്, നമ്മൾ വളരെ അലേർട്ടാണ് എന്നൊക്കെയാണ് ഐ ആം അപ്പ് എന്ന് പറഞ്ഞാൽ മീനിങ്. ഐ ആം അപ്പ് ആൻഡ് റെഡി ടു സ്റ്റാർട്ട് ദ ഡേ. ഐ ആം അപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ഉണർന്നിരിക്കുകയാണ്, ഞാൻ ഈ ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഐ ആം എവേക്ക്, ഐ ആം ഔട്ട് ഓഫ് ബെഡ്, ഐ ആം അപ്പ് ആൻഡ് റെഡി ടു സ്റ്റാർട്ട് ദ ഡേ. പിന്നെ വേറൊരു മീനിങ്, ഐ ആം അപ്പ് ഫോർ ദ മൂവി എന്ന് പറയുമ്പോൾ എനിക്ക് ആ മൂവി കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ വാച്ചിങ് ഇറ്റ് എന്നാണ്. ആ മൂവി കാണാൻ എനിക്കിഷ്ടമാണ്. അപ്പോൾ വില്ലിങ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് എന്നുള്ള മീനിങ്ങിൽ ഉപയോഗിക്കാം. ആർ യു റെഡി ഫോർ എ മൂവി ടു നൈറ്റ്? ഇന്ന് രാത്രി ഒരു മൂവിക്ക് നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ നമുക്ക് തയ്യാറാണെങ്കിൽ യെസ് ഐ ആം അപ്പ് എന്ന് പറയാം. ഐ ആം ഓഫ്. ഓഫ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുമ്പോൾ ഐ ആം ലിവിങ്, ഞാൻ വിട്ടു പോവുകയാണ് എന്നുള്ള ഒരു മീനിങ് കിട്ടും. ഐ ആം ഓഫ് ടു ദ ജിം. ഐ ആം ഓഫ് ടു ദ ജിം എന്ന് പറയുമ്പോൾ ഞാൻ ജിമ്മിലേക്ക് പോവുകയാണ് എന്ന മീനിങ് ആണ്. ഇവിടെ നിന്ന് വിട്ടുപോയിട്ട് ഞാൻ എവിടേക്കാണ് പോകുന്നത്? ജിമ്മിലേക്ക് പോകുന്നു. ഐ ആം ഓഫ് ടു ദ ജിം. നെക്സ്റ്റ് വൺ, ഐ ആം ഓവർ ഇറ്റ്. ഓവർ സംതിങ് അല്ലെങ്കിൽ സംവൺ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ വല്ലാതെ ഇമോഷണലായിട്ട് നമുക്ക് വല്ലാതെ വിഷമമായിട്ടിരിക്കും. അതല്ലെങ്കിൽ നമുക്കൊരു താല്പര്യമില്ലാതിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറില്ലേ? പക്ഷേ അതിൽ നിന്നെല്ലാം വിട്ട് ആ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ മാറി അതിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നാണ് ഐ ആം ഓവർ ഇറ്റ് എന്ന് പറയുമ്പോൾ. ആ ഇറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്നും ആ ഒരു കാര്യത്തിൽ നിന്നും ഞാൻ വിട്ടു, ഇപ്പോൾ ഞാൻ ശരിയായി, എൻ്റെ മനസ്സൊക്കെ ശരിയായി. ഐ ആം ഓവർ ഇറ്റ്. അത് ആ കഴിഞ്ഞുപോയ കാര്യം എന്നെ ഇപ്പോൾ വിഷമിപ്പിക്കുന്നില്ല എന്ന മീനിങ്ങാണ് അവിടെ. ഐ ആം ഓവർ മൈ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്.
നോക്കൂ, ഐ ആം ഓവർ മൈ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. പബ്ലിക് സ്പീക്കിംഗ്, പൊതു വേദികളിലൊക്കെ നിന്ന് സംസാരിക്കാൻ എല്ലാവർക്കും പേടിയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് എനിക്കുണ്ടായിരുന്നു മുൻപ്, പക്ഷേ ഇപ്പോൾ ഐ ആം ഓവർ ഇറ്റ്. അതൊക്കെ മാറി, ഇപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കില്ല എന്നാണ് മീനിങ്. ഐ ആം ഓവർ മൈ ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്.